ഞങ്ങളിതാ രാമക്കൽമേട് ചെന്നു. 6 ജീപ്പാട്ടോ, 6 ജീപ്പാണ് ഞങ്ങളുടെ. അപ്പൊ 6 ജീപ്പില് ഞങ്ങൾ ഏകദേശം 40 പേരോളം ഉണ്ട്. അപ്പൊ സാധാരണ ഇപ്പൊ 48 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ 6 ജീപ്പാണ് സാധാരണ DTPC അനുവദിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഈ ജീപ്പുകളെല്ലാം DTPC ഇവിടെ ഒരു കീഴിലാണ് ഓടുന്നത്. ഏകദേശം 100 ജീപ്പുണ്ടെന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. ഈ പയ്യന്റെ പേര് ജിഷ്ണു എന്നാട്ടോ. വളരെ മിടുക്കനായിട്ടുള്ള പയ്യനാണ്, ഡിഗ്രിക്കാരനാണ് അവൻ. അതുപോലെ ബാങ്കിൽ ഇത്തരത്തില് 4 വീൽ ഡ്രൈവറുള്ള ജീപ്പാണ്. ആ 4 വീലിന്റെ ചെറിയൊരു ലിവർ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു വഴികേട് കയറിയുമ്പോൾ കഷ്ടി 2 ജീപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവാം. നമ്മള് മൂകാംബിക ചെന്നിട്ട് അവിടുന്ന് ശരിക്കും കുടജാദ്രി പോകുന്ന വഴിക്കാണ് ഇതുപോലത്തെ നേരത്തെ ഞാനൊരു യാത്ര ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ 1.5 മണിക്കൂർ കൃത്യം, ഏകദേശം 40 കിലോമീറ്ററാണ് മൂകാംബികയിൽ നിന്ന് കുടജാദ്രി വരെ. ഏകദേശം 40 കിലോമീറ്റർ എനിക്ക് ഉണ്ടെന്ന് തന്നെ എന്റെ ഓർമ്മ. അതേക്കാണ്ട് 1.5 മണിക്കൂർ കൊണ്ട്. അത് ശരിക്കും പക്ക ഓഫ് റോഡാണ്. തീരെ കൈയാണ് പോണത്, ഭയങ്കര സ്പീഡിലാണ് പോണത്. പക്ഷെ ഇവിടെയുള്ള ജീപ്പുകാർ അത്രയ്ക്കൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇടുക്കി ജില്ലയിലെ ഡ്രൈവേഴ്സാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡ്രൈവർമാർ എന്നറിയപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇടുക്കി, കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ സൈഡിലുള്ളവരൊക്കെ ഉള്ള ഡ്രൈവർമാരെ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്, അതായത് എന്നറിയപ്പെടുന്ന ഒരു ലെവലിലുള്ള ഡ്രൈവർമാരാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അതിന്റെ പരമ്പരാഗതകൾ നോക്കി മാത്രമാണ് അവര് ഇതിലെ വണ്ടി ഓടിക്കുന്നത്. വലിയ അത്യാവശ്യം സ്പീഡ്, ന്യായമായ ഒരു സ്പീഡ് തന്നെയാണ് നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓഫ് റോഡാണ്. ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക്, അടുത്ത കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലേക്ക്, പിന്നെ ചെറിയൊരു കല്ലിന്റെ മുകളിലേക്ക്, അങ്ങനെയൊക്കെയാണ്. ഇത്തരത്തിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന വഴിയൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും ശരിക്കും നന്നായിട്ട് നോക്കി തന്നെ വണ്ടി വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പുറകിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പരിക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷെ അവൻ നന്നായിട്ട് വർത്താനം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ ശരിക്കും അവൻ നന്നായിട്ട് വർത്താനം പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇത് ഡ്രൈവർ കം ഗൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു DTPCയുടെ ശരിക്കും രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പൊ അവര് ഞാൻ 100 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കറക്റ്റ് ആ വണ്ടി അവരുടെ മുൻഗണന ക്രമത്തിലാണ് കൃത്യമായിട്ട് ഓടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഓഫ് റോഡ് അവൻ വലിയ സ്പീഡിലൊന്നും പുള്ളി പോകുന്നില്ല. കാരണം ഇതുപോലെയൊക്കെയാണ് റോഡുകൾ. പിന്നെ വണ്ടിയിലുള്ളവരും ഏകദേശം 50ഉം 60ഉം വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് അത്ര വലിയ സ്പീഡൊന്നും എടുക്കുന്നില്ല ശരിക്കും. പക്ഷെ ഈ കാഴ്ചകൾ, പക്ഷെ നമ്മൾ ആ കാഴ്ചകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നല്ല കുറെ പുൽമേടുകൾ, സൈഡിൽ കുറെ പുൽമേടുകൾ. പക്ഷെ ഇത്ര നാളും മഴയായതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ ഇത്രയും മോശമായിട്ടുള്ള റോഡിന്റെ ഇത് അവൻ അത്യാവശ്യം പുള്ളി ഇടേണ്ട സ്ഥലത്തൊക്കെ മറ്റേ 4 വീൽ ഡ്രൈവ് ഇട്ട് കൊടുത്തു ഒക്കെയാണ് പുള്ളിക്ക് കയറി പോകുന്നത്. ഈ ഒരു സ്ഥലത്തേക്കൂടെ കയറി പോകണമെങ്കിൽ ശരിക്കും 4 വീല്, എന്നിട്ട് ഈ 4 വീൽ ഇട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ കയറി പോകുമ്പോൾ ശരിക്കും ഉത്തരമുള്ള കയറ്റാട്ടോ. അത് ഇവിടുത്തെ ആ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഒരു കാണിക്കുന്നത്. നമ്മളാ കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഇടതുവശത്ത് തമിഴ്നാടും വലതുവശത്തെ കാടുകള് കേരളവുമാണ്. അപ്പൊ ആ ഒരു കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോ ഇതിന്റെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള ആമപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ആമയുടെ, അതായത് ഏഷ്യയിലെ തന്നെ ഒന്നാമതായി നിൽക്കുന്ന ഒരു ആമയുടെ ശില്പം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് മുമ്പ് പോയ വണ്ടികളെ നമ്മൾ ഏറ്റവും അവസാനമായിട്ടാണ്, കാരണം ഈ ഒരു പയ്യനെയാണ് നമ്മുടെ വണ്ടിയുടെ എല്ലാവരുടെയും ചാർജ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഏറ്റവും അവസാനമാണ്. അതിനു മുമ്പുള്ള വണ്ടികളൊക്കെ വ്യൂ പോയിന്റുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞങ്ങളിവിടെ ആമപ്പാറയിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു കാര്യമാണ് അവൻ പറഞ്ഞത്. ഏതായാലും നമ്മൾ അവിടെ ഇറങ്ങി നേരെ ആമപ്പാറയുടെ കാഴ്ചകളിലേക്കും, ഇവിടെ ചെറിയൊരു ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് പുള്ളി നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചകളിലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ആ ടിക്കറ്റ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന 1140 രൂപയിൽ, അതായത് കോതമംഗലത്ത് 1140 രൂപയാണ് ഒരു ട്രിപ്പിന് KSRTC ചാർജ് ചെയ്യുന്നത്. ആ ഒരു 1140 രൂപയിൽ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പുൽമേടുകളുടെ കുന്നുകളുടെ ഒക്കെ കാഴ്ചകളാണ് ഇവിടുത്തെ ഏറ്റവും. അതേപോലെ തന്നെ നല്ല കാറ്റും. പക്ഷെ ഈ പയ്യൻ പറയുന്നത് ശരിക്കും ഇവിടെയുള്ള കാറ്റ് ശരിയായ രീതിയിലുള്ള കാറ്റൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ശരിക്കും ഇന്ന് കാറ്റ് ഇല്ലാന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത്യാവശ്യം നല്ല
ഇപ്പൊ ഏകദേശം 4 മണിയോട് ആയിരിക്കുന്നു. നമ്മൾ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ഈ പോകുന്ന കേട്ടോ പയ്യൻ, നമ്മുടെ ഡ്രൈവർ പയ്യനാണ് മുമ്പിൽ നമ്മളെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ പറയാൻ ഇവിടെയുള്ള ഒരു ഗുഹയിലേക്കാണ് പോകുന്നത്. മുമ്പിൽ ചേട്ടൻ വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ചെന്നപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. നമ്മൾ പുനർജനി നൂഴുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഈ 2 പാറയുടെ ഇടയ്ക്കായിക്കൂടെ അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മള് മുമ്പിൽ ആ ചേട്ടൻ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നില്ല. ഏതായാലും ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്ന ഒരു രംഗമാണ്. ആ ചേട്ടൻ മുമ്പിൽ കടന്നു പോകുന്നുണ്ട്. കഷ്ടി ഒരാൾക്ക്, ആ ചേട്ടന് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു, കഷ്ടി ഒരാൾക്ക് കടന്നു പോകുന്ന ഒരു വിടവിലേക്കാണ് ഇപ്പൊ ആ ചേട്ടൻ കടന്നു പോകുന്നത്. അങ്ങോട്ട് പോകുക ഈ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് എന്ന് തന്നെ പറയാം. നമുക്ക് ശരിക്കും സ്വല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10-20 കഷ്ടി 20 മീറ്റർ താഴെ നമുക്ക് ഈ ഇത് പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും ചെരിഞ്ഞ് നേരെ കടന്നു പോകുന്നൊക്കെ ഒരു കാരണവശാലും നടക്കില്ല. ശരിക്കും ഇതിക്കടെ ഈ സൈഡിൽ കൂടെ നമ്മൾ നിറങ്ങി തന്നെ പോണത്. ആ ചേട്ടൻ കണ്ട് പോണില്ലേ, അപ്പൊ ആ രീതിയിൽ തന്നെ പോകണം. ഈ അടുത്തുകൊണ്ട് പുള്ളി അപ്പൊ ജിഷ്ണു അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്, അടുത്തത് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് നിറങ്ങി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ഇവിടുന്ന് ചെല്ലുകൊണ്ട കാഴ്ച എന്താണെന്ന് നമുക്ക് കാണാം. അപ്പൊ ആ പയ്യനെ അവിടുന്ന് പുറകിലുള്ളവരെയൊക്കെ വിളിച്ച് നിങ്ങൾ അങ്ങനെ പോരും ഇങ്ങനെ പോരും പറഞ്ഞ കുറച്ച് പേരുടെ അവിടുന്ന് വരാനുണ്ട്. പക്ഷെ ആ ഒരു കാഴ്ചകളിലേക്ക് ഞാൻ ഏതായാലും ഞാൻ ഇച്ചിരി ഫ്രണ്ടിലേക്ക് പോകണം. അപ്പൊ ഇതാണ് ആദ്യം വന്ന ആ ചേട്ടൻ. അതുപോലെ ഇവിടുന്ന് നോക്കുമ്പോൾ ആദ്യം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി തന്നെയാണ് ആ ചേട്ടൻ നടന്ന് പുള്ളിയുടെ വൈഫ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതല്ല കേട്ടോ, ഇത് വേറെ ഒരു പുള്ളിക്കാരുടെ വൈഫ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ശരിക്കും ഞങ്ങളുടെ കൂടുതൽ ബാക്കി എല്ലാവരും ഈ വഴിക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക്കാണ് ഇത്തരത്തിൽ പുനർജനി നുള്ളാണ്. ശരിക്കും നമ്മള് തിരുവില്ലാമലയിൽ കാണുന്ന പോലെയുള്ള അല്ലെങ്കിൽ അതിന്റെ വേറൊരു പതിപ്പായിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിക്കട നമ്മൾ ജസ്റ്റ് ഒരു 10 മീറ്റർ താഴെയുള്ള ദൂരമുള്ളൂ. പക്ഷെ നമ്മള് കുറച്ച് ഇരുന്നും പിന്നെ ബാക്കി കിടന്നും ഉരിഞ്ഞും ഒക്കെയാണ് കടന്നു പോകുന്നത്. മുമ്പിൽ പോണവര് ഇത് നമ്മുടെ കൂടെ ഉള്ളവരല്ല, പക്ഷെ അവര് പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ്. ഇത് വളരെ രസകരമായിട്ടാണ്. പക്ഷെ ഈ ചേട്ടൻ പുള്ളി ഒന്ന് പിന്മാറുവാണ്. എന്റെ ഉള്ളിക്കട പുള്ളിക്ക് പോകാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതായത് പുള്ളി പിന്മാറിയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള 2 പെൺകുട്ടികളാണ്. അവര് ഞാൻ ഇപ്പത്തെ തരത്തിൽ പുറത്ത് കിടന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ തരത്തിൽ ഈ ഒരു ചേട്ടന്മാര് ഫ്രണ്ടിലേക്ക് ഞാൻ കടന്നു പോകാൻ അവര് അത്യാവശ്യം നല്ല സൈസ് കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർ കടന്നു പോകാനായിട്ട്. പക്ഷെ അതിന്റെ അങ്ങേ സൈഡാണ് ഇവര് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ഉള്ളിൽ ഞങ്ങൾ കടന്ന് പോകണമെങ്കിൽ. ഇപ്പൊ പുറമെ 2-3 പെൺകുട്ടികളെയാണ് എന്റെ പുറമെ വരുന്നത്. കുറച്ച് സ്ത്രീകളാണ് ഈ ചേച്ചിയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളിലേക്കാണ് നമ്മളെ ആദ്യം ജിഷ്ണു കൊണ്ടുപോയത്. അപ്പൊ അത് നല്ല എനിക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളിൽ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. മൊത്തത്തിൽ തന്നെ 4 മണിയൊക്കെ ആയതോടുകൂടി ഇത്രയും പൊക്കമുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ആ ഒരു അന്തരീക്ഷം തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവര് ശരിക്കും സ്വല്പം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഇതിലേക്ക് കടന്ന് പോരുന്നത്. ഏതായാലും അവര് കടന്നുപോയി. അതിന്റെ പുറകെ ഞാൻ ഇങ്ങനെ എന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ അവിടെ ബാക്കിയുള്ളവരുടെ ആ ചേച്ചി അതിന്റെ പുറമെ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് കൂടെയുള്ള കുട്ടികൾ എല്ലാവരും ജീവിതത്തിൽ ഈ കുഞ്ഞു മാവ വരെ ഇതിന്റെ ഉള്ളിൽ കൂടെ കുഞ്ഞു മാവയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് കടന്നു പോരാ. അപ്പൊ ഇതുവരെയൊക്കെ നമ്മുടെ കൂടെയുള്ളവര് പതുക്കെ അതിന്റെ ഉള്ളിൽ കൂടെ പതുക്കെ മുട്ടുകുത്തി കഴിഞ്ഞും ഒക്കെ വരുന്ന ഒരു അത്യാവശ്യം രസകരവും എന്ന ഇച്ചിരി ടാസ്കുമാണത്.